അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ നാം കേൾക്കാനിരിക്കുന്നത് ബറാഅത്ത് രാവിൻ്റെ പ്രത്യേകത എന്താണ്? മുൻകഴിഞ്ഞു പോയ മുഅ്മിനീങ്ങളായ ആളുകൾ അവരൊക്കെ വളരെ താല്പര്യത്തോടെ, വളരെ ശ്രദ്ധയോടെ ദിക്റുകളും ഇബാദത്തുകളും പ്രാർത്ഥനകളുമൊക്കെയായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിനെ പറ്റി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു ദുഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു ബറാഅത്ത് രാവിൻ്റെ ഒരു പ്രത്യേകത. അല്ലാഹു പറയാണ്, ഫിഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം. ഇത് ബറാഅത്ത് രാവിനെ കുറിച്ചാണ് എന്ന് മഹാനായ ഇമാം തഫ്സീറുൽ ബൈളാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ആ ലൈലത്തും മുബാറക, അനുഗ്രഹീതമായ രാവ്. ആ അനുഗ്രഹീതമായ രാവ് ഏതാണ് എന്ന് ഇമാം ബൈളാവി രേഖപ്പെടുത്തുന്നത് ലൈലത്തുൽ ഖദറാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയാ ബറാഅത്ത് എന്നുള്ളത് കൊണ്ടും അത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ തഫ്സീറുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ബറാഅത്ത് രാവിൻ്റെ പുണ്യം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാവിന് ബറാഅത്ത് രാവ് എന്ന് പേര് വെക്കാനുള്ള കാരണം മഹാന്മാർ പഠിപ്പിക്കുന്നത് അത് യുഅ്ത ലിൽ അസ്ഫിയായി വൽ അത്ഖിയായി ബറാഅത്തു മിനന്നാർ. സൂഫിയാക്കളായ ആളുകൾ, തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചനം കൊടുക്കും ഈ രാത്രിയിൽ. അതുപോലെ ഒരു വർഷത്തെ നമ്മുടെ അമലുകൾ അല്ലാഹു തആല ഉയർത്തപ്പെടുന്ന ദിവസമാണ്. അതുപോലെ ഭക്ഷണങ്ങൾ കണക്കാക്കപ്പെടുന്ന, വിഹിതിക്കപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഫിഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം എന്ന് ഈ രാവിനെ കുറിച്ച് പറഞ്ഞത് എന്ന് തഫ്സീറിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നമുക്ക് നൽകുന്ന ഒരു രാവാണ് ഈ രാവ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സന്ദേശമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്, ഒരു അർദ്ധരാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. ഞാൻ വല്ലാതെ ആശങ്കപ്പെട്ടു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീയിലെ ഖബർസ്ഥാനിൽ നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇൻ തുഅസ്സിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, ഈ അടിമകൾ
പാവങ്ങളാണ്, അവരോട് കരുണ കാണിക്കണം. അവരോട് കരുണ കാണിക്കാൻ സാധിക്കും റബ്ബേ. നീ ശിക്ഷിക്കുകയാണെങ്കിലോ നിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, നീ നീതിമാനാണ് റബ്ബേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രാവുകളിൽ പ്രാർത്ഥന സജീവമാക്കണം, ഖബർ സിയാറത്ത് നിർവഹിക്കണം, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം, നമുക്ക് റിസ്ക് ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ ആയുസ്സിന് ബർക്കത്തുണ്ടാകുന്നതിന് വേണ്ടി. ഇതിനൊക്കെ നമ്മൾ ഓരോ യാസീൻ ഓതുന്ന ഒരു പതിവ് മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് കാണാം, ഖംസതു ഔഖാത്ത് ലാ യുറദ്ദു ഫീഹിന്ന ദുആ. 5 സമയങ്ങളിലെ ദുആ അല്ലാഹ് തട്ടിക്കളയൂല. അതിലൊന്നാമത്തത്, അതിൽപ്പെട്ട ഒന്ന് ബറാഅത്ത് രാവിലെ, ഷഅബാൻ 15 രാവിലെ ദുആയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ബറാഅത്ത് രാവിൽ എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, ഹാദിഹിൽ ലൈല, ഈ രാത്രി തുഫ്തഹു ഫിഹാ അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന രാവാണ്. അബ്വാബുർ റഹ്മ, കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസമാണ്, രാവാണ്. അതുകൊണ്ട് ഫക്കും ഫസല്ലി വർഫ റസക വയദൈക ഇലസ് സമാ, നബിയെ അങ്ങ് എഴുന്നേൽക്കുക, അന്ന് ആകാശത്തിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുക. ഫയഗ്ഫിറുല്ലാഹു, അല്ലാഹു പുറത്തു തരും, ലിജമീഇ മൻ ലാ യുശ്രിക് ബി, ശിർക്ക് ചെയ്യാത്ത എല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അതുപോലെ ഇല്ലാ മൻ കാന സഹിറ, സിഹർ ചെയ്തവനും അല്ലാഹു പുറത്തു കൊടുക്കൂല. ഔ കാഹിന, ജ്യോത്സ്യനും അല്ലാഹു പുറത്തു കൊടുക്കൂല. ഔ മുഷാഹിന, ഒരു മുഅ്മിനുമായി തെറ്റി പിണങ്ങി നിൽക്കുന്നവനും അല്ലാഹു പുറത്തു കൊടുക്കൂല. ഔ മുദ്മിനുഹം, മദ്യപാനം നിത്യമാക്കിയവൻ, അവനും അല്ലാഹു പുറത്തു കൊടുക്കൂല. ഔ മുസ്റിൻ അല സിന, വിചാരം സ്ഥിരമാക്കിയവൻ. ഔ അല റിബ, പലിശ വാങ്ങുന്നവൻ. ഔ ആഖല്ലി വാലിദി, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ. അതുപോലെ നമ്മാമൻ, അല്ലെങ്കിൽ ഏഷണിക്കാരൻ. ഔ കാത്തിയുറൻ, കുടുംബബന്ധം മുറിച്ചവൻ. ഇവനൊന്നും അല്ലാഹു പുറത്തു കൊടുക്കൂല. ഫഇന്നഹാ ഉലൈഇ ലാ യഗ്ഫിറു ലഹും, ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കൊന്നും അല്ലാഹു പുറത്തു കൊടുക്കൂല. ഹത്താ യതൂബു, അവർ തൗബ ചെയ്യുന്നത് വരെ, അവർ ഈ പാപങ്ങളിൽ നിന്ന് മുക്തരായി തൗബ ചെയ്യുന്നത് വരെ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. എന്നിട്ട് ഫഖർജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പുറത്തിറങ്ങി. എന്നിട്ട് ഫസ്വല്ലാ വബകാ ഫീ സുജൂദി, റസൂലുള്ളാഹി നിസ്കരിച്ചു, സുജൂദിൽ നബി തങ്ങൾ കരഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഊദു ബിക മിൻ ഇഖാബിക വസുഖ്തിക, അല്ലാഹുവേ നിന്റെ ദേഷ്യത്തിനെ തൊട്ടും നിന്റെ ശിക്ഷയെ തൊട്ടും ഞാൻ കാവലിനെ തേടുന്നു, അതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വലാ ഉഖ്സി തനാഅൻ അലൈക അൻത കമാ അത്നൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തർളാ, അല്ലാഹുവേ കണക്കില്ലാത്ത അനുഗ്രഹം ചെയ്യുന്ന റബ്ബേ, നിന്നെ എത്ര സ്തുതിച്ചാലും മതി വരില്ല റബ്ബേ, നീ കരുണ കാണിക്കണേ അല്ലാ എന്ന്, നിനക്കാണ് എല്ലാ സ്തുതികളും റബ്ബേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ വായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ 15 രാവിൽ പ്രത്യേകമായ പ്രാർത്ഥനകളിലും ദിക്റുകളിലും ദുആകളിലും മുഴുകിയിരുന്നു. റസൂല പറഞ്ഞൊരു ഹദീസിൽ കാണാം, ആകാശത്തുനിന്ന് മലക്കുകൾ ചോദിക്കും, അള്ളാഹിനോട് ചോദിക്കുന്നവർക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും. ദോഷം പൊറുക്കാൻ അള്ളാഹിനോട് പശ്ചാത്തപിക്കുന്നവന് അള്ളാഹ് ദോഷം പൊറുക്കും. റിസ്ക് ചോദിക്കുന്നവൻ അള്ളാഹ് റിസ്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പഴയ ആളുകൾ നമുക്ക് കാണിച്ചെന്ന ഒരു കാര്യം, ആ ഒരു സ്വഭാവം, ആ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട്
നമ്മുടെ ജീവിതത്തെ നമ്മൾ സംശുദ്ധമായ മാർഗത്തിലൂടെ ചലിപ്പിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള രാവുകളിലൊക്കെ നിങ്ങൾ എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ബറാഅത്ത് രാവിൻ്റെ പുണ്യം ഇതുകൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയൂല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ഉള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.